ഹായ്. ദീപു രാജീവ്, ഗോവിന്ദ് വിഷ്ണു എന്നിവർ ചേർന്ന് 2025 ഇറങ്ങിയ ഒരു ആക്ഷൻ ചിത്രമാണ് ദാവിദ്. ഈ സിനിമ ഏകദേശം 2.5 മണിക്കൂറുണ്ട്. 2 മണിക്കൂർ ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു ബോറടിയോ അല്ലെങ്കിൽ ഒരു ലാഗോ കാര്യങ്ങളൊന്നും എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയില്ല. പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ളവർ ആന്റണി വർഗീസ്, ലിജോ മോൾ, വിജയരാഘവൻ, സൈജു കുറുപ്പ്, പിന്നെ അജു വർഗീസ്, പിന്നെ ഇസ്മയിൽ ബോക്സർ ഇസ്മയിൽ, ഇവരൊക്കെയാണ് സിനിമയിലെ മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ സീക്വൻസ് ആണെങ്കിലും ആക്ഷൻ സീൻ ആണെങ്കിലും ഡയലോഗ്സ് ആണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ഇതൊരു ആക്ഷൻ ചിത്രമാണെങ്കിൽ പോലും അതിലൊരു ഫാമിലി സ്റ്റോറി കൂടിയും കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മുടെ ആന്റണി വർഗീസിന്റെ ക്യാരക്ടർ പറയുന്നത് അബു എന്നാണ്. ആഷിഖ് അബു. ആഷിഖ് അബു എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ സംവിധായകനെ വിചാരിക്കും, അതല്ല, ആഷിഖ് അബു എന്നാണ് ക്യാരക്ടറിന്റെ പേര്. പിന്നെ അതേപോലെ അവന്റെ കൊച്ചാപ്പായിട്ട് അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ സൈജു കുറുപ്പാണ്. അപ്പോൾ ഈ അബു പ്രത്യേകിച്ച് വല്ല ജോലിക്കോ കാര്യങ്ങൾക്കൊന്നും പോവാത്ത ഒരു വ്യക്തിയാണ്. പോകുന്നുണ്ടെങ്കിലും ഈ വലിയ വലിയ സ്റ്റാറുകൾക്ക് ഒരു സെക്യൂരിറ്റി ആയിട്ടൊക്കെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ലിജോ മോൾ ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ ജസ്റ്റ് ക്ലീനറൊക്കെ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ആ ഒരു ജോലിയുടെ ശമ്പളത്തിലാണ് ഇവരൊക്കെ ജീവിച്ചു പോകുന്നത്. അപ്പൊ ഇതിലിടക്ക് നമ്മുടെ കേരളത്തിലോട്ട് ഈ ബോക്സർ വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് സെക്യൂരിറ്റി ആയിട്ടാണ് നമ്മുടെ അബു പോകുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട് ബോക്സർ ഇവനെ ഇടിക്കുന്നുണ്ട്. അപ്പൊ ആ ഇടിയുടെ ഒരു ഇതില് തിരിച്ചും അബു ഈ ബോക്സറെ ഇടിച്ച് വീഴ്ത്തുന്നുണ്ട്. അത് പിന്നീട് ഭയങ്കര വലിയൊരു സംഭവം. അബുവിനെ ആ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടും. പിന്നെ അബുവിനൊരു ഗുണ്ടയായിട്ടൊക്കെ വാർത്തകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഇടി കൊണ്ട ആളാന്നുണ്ടെങ്കിൽ ഈ ഇടി കൊണ്ട ഈ ബോക്സർ അവരുടെ നാട്ടിൽ വലിയ ഒരു ബോക്സിങ് കിങ് ആയിരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ നാണക്കേട് നാട്ടില് ആകെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇവനെ വന്നിട്ട് പറയണം, നീ ഒരു ബോക്സിന് തയ്യാറാവണം. ഇവിടുത്തെ ഒരു റിങ്ങിൽ വെച്ച് നമുക്ക് ബോക്സ് ചെയ്യണം. ഇതിൽ ജയിക്കുകയാണെങ്കിൽ നിനക്ക് എത്രയോ ഡോളർ കാശ് കൊടുക്കാന്നൊക്കെ പറയും. അങ്ങനെ ആദ്യം അബു അത് നിരസിക്കും. പിന്നീട് അത് ഓക്കെ എന്ന് പറഞ്ഞ് അതിനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വിജയരാഘവന്റെ അടുത്തോട്ട് പോവുകയാണ്. പിന്നെ അവിടുന്ന് കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളും. ഇപ്പോൾ പ്രാക്ടീസിന് ഫണ്ട് ഇല്ലാത്ത സമയത്ത് നമ്മുടെ അജു വർഗീസിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവർ ഫണ്ട് സ്പോൺസർ ചെയ്യുന്നൊക്കെ ഉണ്ട്. പിന്നെ പുറത്തുനിന്ന് ആള് വിളിച്ചിട്ട് എനിക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവന്റെ ഉള്ളില് ഈ അബുവിന്റെ ഉള്ളില് ചെറിയൊരു പ്രശ്നം കിടന്ന് കളിക്കുന്നുണ്ടായിരിക്കും. കാരണം ഈവൻ മുന്നേ ഇതേപോലെ ബോക്സിങ്ങിനൊക്കെ പോയി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബോക്സറെ ഇടിച്ച് വീഴ്ത്തുന്നുണ്ട്. അതായത് ആ ബോക്സർ ഇവനെ ഇടിച്ച് വീഴ്ത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു ദേഷ്യത്തിന് ശേഷം ബോക്സിങ് കഴിഞ്ഞിട്ട് ഒരു ബാത്റൂമിൽ വെച്ചിട്ട് ഒരു ഫൈറ്റ് വരുന്നുണ്ട്. അതിൽ ആ ബോക്സറെ കണ്ണൊക്കെ അടിച്ച് തെറിപ്പിച്ച് ഒരു ഇതാക്കുന്നുണ്ട്. അപ്പൊ അത് പിന്നെ മനസ്സിൽ കിടക്കുന്നുണ്ട്, ആരവങ്ങളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇവനക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അബുവിന്റെ എളാപ്പൻ കൂടിയിട്ട് അവനെ കാണാൻ വേണ്ടി പോയി. അപ്പൊ അവനും ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്, നിനക്ക് ഞാൻ മാപ്പ് തരണം എന്നുണ്ടെങ്കിൽ ആ റിങ്ങിൽ പോയിട്ട് അവനെ ഇടിച്ച് വീഴ്ത്തി കഴിഞ്ഞാൽ ഞാൻ നിനക്ക് മാപ്പ് തരാന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം ലാസ്റ്റ് ഈ ഒരു റിങ്ങിലോട്ട് പോയാണ്. റിങ്ങിൽ പോയി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ബോക്സറാന്നുണ്ടെങ്കിൽ എല്ലാ ബോക്സിങ്ങിലും ഒരു 5 റൗണ്ട് അല്ലെങ്കിൽ ഒരു 6 റൗണ്ട് വരെ ഒക്കെയാണ് മാക്സിമം പോകാറുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ഒരു 12 റൗണ്ട് വരെ ബോക്സിങ് പോകുന്നുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ബോറടി ഒന്നും തോന്നുന്നില്ല. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ബോയ്ക്ക എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മൂവി ഉണ്ട്, അതിന്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ ബോയ്ക്കായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബോയ്ക്ക പക്ക ഒരു ബോക്സിങ് മൂവിയാണ്, അത് വേറൊരു ലെവലാണ്. അത് പോട്ടെ. അങ്ങനെ ആ ഫൈറ്റില് ഒരു 12 റൗണ്ട് ഒക്കെ കഴിഞ്ഞ് വിജയെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ബോക്സറെ തന്നെയാണ് വിജയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ആ ബോക്സർ വന്നിട്ട് പറയും, നീ ഒരു നല്ലൊരു ബെസ്റ്റ് ബോക്സറാണ്. അപ്പോൾ ഇതില് ഇവരാണ് എന്നെ വിജയായിട്ട് പറയുന്നുണ്ടെങ്കിലും നീയാണ് ഇവിടെ വിജയിച്ചെന്ന് പറഞ്ഞിട്ട് ആ ഒരു എമൗണ്ട് ഇവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് പടത്തിലുള്ളത്. പക്ഷെ നല്ല രസമായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ അവർ എടുത്തു വെച്ചിട്ടുള്ളതും. കാണാൻ ഇൻട്രസ്റ്റിംഗും ആണ്. ഒരു ബോറടിയോ കാര്യങ്ങളൊന്നുമില്ല. ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാം, പിള്ളേർക്കും കാണാം. നല്ലൊരു എന്റർടൈൻമെന്റ് ഒരു മൂവി ആയിട്ടാണ് ഈ ഒരു സിനിമ ഇറക്കിയിട്ടുള്ളത്. അത് അതുപോലെ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ലൊരു മൂവി കൂടി തന്നെയാണ് ദാവിദ്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ സിനിമ കണ്ടോളൂ. ZTVയിലൊക്കെ സിനിമ വന്നിട്ടുണ്ട്. കണ്ടവർ എന്തായാലും അഭിപ്രായം അറിയിക്കണം. കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് അതിന്റെ കമന്റ് ആയിട്ട് എനിക്ക് അറിയിക്കേണ്ടതാണ്. അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.